ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 217 വാല്യം 5. ഈശോ സാപത്തിൻ്റെയും നാഥനാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ. എന്നാൽ അസ്തമന സൂര്യൻ്റെ ചൂട് ഒരുവിധം സഹിക്കാൻ പറ്റും. നമുക്ക് പോകാം, ആ വീട്ടിലെത്തണം, ഈശോ പറയുന്നു. അവർ പുറപ്പെട്ട് വീട്ടിലെത്തി. അവർ അപ്പവും വെള്ളവും ചോദിക്കുന്നു. എന്നാൽ ആ കൃഷിക്കാരൻ ക്രൂരമായി അവരെ ഓടിക്കുകയാണ്. ഫിലിസ്ത്യരുടെ വർഗം, അണലിപ്പാമ്പുകൾ, എപ്പോഴും അങ്ങനെ തന്നെ. വിത്തുകളതല്ലേ, വിഷമുള്ള കായ് മാത്രമേ ഉണ്ടാകൂ. ക്ഷീണിതരും വിശക്കുന്നവരുമായ ശിഷ്യർ പിറുപിറുക്കുന്നു. നിനക്കതിന് കിട്ടിക്കോളും. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹമില്ലാതെ വർത്തിക്കുന്നത്? പകരമീട്ടലിൻ്റെ സമയം കഴിഞ്ഞു പോയി. നമുക്ക് മുന്നോട്ട് പോകാം. രാത്രി ആയില്ലല്ലോ. വിശപ്പ് കൊണ്ട് നിങ്ങൾ മരിക്കുന്നില്ലല്ലോ. ഈ ആത്മാക്കൾക്ക് എന്നെക്കുറിച്ച് ദാഹമുണ്ടാകേണ്ടതിന് ഈ ചെറിയ ത്യാഗം നിങ്ങൾ ചെയ്യൂ, ഈശോ അവരെ ഉപദേശിക്കുന്നു. എന്നാൽ ശിഷ്യർ ഒരു വലിയ വയലിലേക്കിറങ്ങി ധാന്യക്കതിരുകൾ പറിക്കുകയാണ്. കൈവെള്ളയിലിട്ട് തിരുമ്മി അവർ അത് തിന്നുന്നു. എനിക്ക് തോന്നുന്നു വിശപ്പടക്കാൻ എന്നതിനേക്കാൾ അവരുടെ ദേഷ്യം തീർക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. ഇത് നല്ലതാ ഗുരുവേ, പത്രോസ് വിളിച്ചു പറയുന്നു. നീ ഒട്ടും തിന്നുന്നില്ലേ? ഇവയ്ക്ക് ഇരട്ട രുചിയാ. വയല് മുഴുവൻ തിന്നാൽ കൊള്ളാമെന്നുണ്ടെനിക്ക്. ശരിയാ, അപ്പോൾ നമുക്ക് റൊട്ടി തരാത്തതിനെക്കുറിച്ച് അവർ ദുഃഖിക്കും. മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വയലിലൂടെ നടക്കുകയും ചോളം സംതൃപ്തിയോടെ തിന്നുകയും ചെയ്യുന്നു. പൊടി പിടിച്ച റോഡിലൂടെ ഈശോ ഒറ്റയ്ക്ക് നടക്കുകയാണ്. തീഷ്ണനും ബർത്തലോമ്യോയും പരസ്പരം സംസാരിച്ചുകൊണ്ട് ഏതാനും മീറ്റർ പിന്നിലുണ്ട്. ഈ വഴി കുറുകെ മുറിച്ചു കടക്കുന്ന ഒരു ചെറിയ റോഡ് ചേർന്നുള്ള നാൽക്കവലയിൽ പ്രീശരുടെ ഒരു ഗണം മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അവർ ചെറിയ റോഡിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു ഗ്രാമത്തിലെ സാപത്ത് തിരുനാൾ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരായിരിക്കണം. പരന്നു കിടക്കുന്ന ഒരു ചെറു ഗ്രാമം. ദൂരെ നിന്ന് കാണുമ്പോൾ ഏതോ ഒരു വലിയ മൃഗം കിടന്ന് വിശ്രമിക്കുന്നത് പോലെ തോന്നും. ഈശോ പ്രീശരെ കണ്ടയുടനെ കാരുണ്യപൂർവ്വം പുഞ്ചിരി തൂക്കിക്കൊണ്ട് അഭിവാദനം ചെയ്യുന്നു. സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അഭിവാദനത്തിന് പ്രത്യഭിവാദനം ചെയ്യുന്നതിന് പകരം അവരിലൊരാൾ ധാർഷ്ട്യത്തോടെ ചോദിക്കുന്നു, നീ ആരാണ്? നസ്രത്തിലെ ഈശോ. കണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവനാണെന്ന്, വേറൊരാൾ പറയുന്നു. ഈ സമയം നഥാനിയേലും സൈമണും നടന്നടുത്തു ഗുരുവിന് സമീപം എത്തി. മറ്റുള്ളവർ വയലിലെ ചാലുകളിൽ കൂടി റോഡിലേക്ക് വരികയാണ്. അവർ ചോളം ചവയ്ക്കുന്നുണ്ട്, കയ്യിലിട്ട് തിരുമുന്നുണ്ട്. ആദ്യം സംസാരിച്ച പ്രീശനാണ് അവരുടെ പ്രധാനപ്പെട്ട ആൾ എന്ന് തോന്നുന്നു. അയാൾ തുടർന്ന് സംസാരിക്കുകയാണ്. അവർ പറയാനുള്ളതെല്ലാം കേൾക്കുന്നതിന് ഈശോ നിൽക്കുന്നു. അപ്പോൾ നസ്രത്തിലെ പ്രസിദ്ധനായ ഈശോ നീയാണല്ലോ. എന്തിനാണ് നീ ഇത്രയും ദൂരം വന്നത്? ഇവിടെയും രക്ഷ പ്രാപിക്കാനുള്ള ആത്മാക്കൾ ഉള്ളതുകൊണ്ട്. അതിന് ഞങ്ങളൊക്കെ ധാരാളം മതി. ഞങ്ങളുടെ ആത്മാക്കളെയും ഞങ്ങളുടെ കീഴിലുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനും രക്ഷിക്കാനുമാണ്. അയക്കപ്പെട്ടു. ആർക്ക് അത് തെളിയിച്ചു തരാൻ പറ്റും? തൻ്റെ പ്രവൃത്തികൾക്ക് തീർച്ചയായും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് താല്പര്യമില്ലേ? തീർച്ചയായും ഉണ്ട്. നിന്നെ ആരാധിക്കാത്തവർക്ക് മരണം വരുത്തുന്നത് നീയാ. പുരോഹിതരുടെയും പ്രീശർ, നിയമജ്ഞന്മാർ ഇത്യാദി നിന്നെ ആരാധിക്കാത്ത എല്ലാവരുടെയും അവരുടെ വംശങ്ങളെയും കൊല്ലാൻ പോകുകയാണോ നീ? അവർ ഒരിക്കലും നിന്നെ ആരാധിക്കുകയില്ല. ഒരിക്കലും. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേലിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞങ്ങൾ ഒരിക്കലും നിന്നെ ആരാധിക്കുകയില്ല. നിന്നെ ഒരിക്കലും സ്നേഹിക്കുകയുമില്ല. എന്നെ സ്നേഹിക്കാൻ നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. കാരണം നീ ദൈവമാണ്, അങ്ങനെയല്ലേ? എന്നാൽ ഞങ്ങൾ ഗലീലിയായിലെ നികൃഷ്ടരായ മനുഷ്യരോ യൂദായിലെ വിഡ്ഢികളോ അല്ല.
ഞങ്ങളുടെ റബ്ബികളെ മറന്നിട്ട് നിന്നെ അനുഗമിക്കുകയാണ് മഠയന്മാർ. അസ്വസ്ഥനാകാതിരിക്കൂ മനുഷ്യ, ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ദൗത്യം നിറവേറ്റുന്നു. മനുഷ്യരെല്ലാം ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 10 കൽപ്പനകൾ ഞാൻ അവരോട് ആവർത്തിച്ച് പറയുന്നു, കാരണം അവ വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിലും കഷ്ടമായിട്ടുള്ളത് അത് തെറ്റായി പ്രയോഗിക്കപ്പെടുന്നു എന്ന കാര്യമാണ്. ജീവൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിത്യജീവൻ. ആരും ശാരീരികമായി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയ മരണം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ച ജീവൻ നിങ്ങളുടെ ആത്മാവിൻ്റെ ജീവനാണ്. നിങ്ങളുടെ ആത്മാവ് എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ തന്നെയും ഞാൻ നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. നിങ്ങൾ മിശിഹായെ നിന്ദിക്കുകയും അതുവഴി അവനെ അയച്ച കർത്താവിന് അപ്രീതി വരുത്തുകയുമാണ് ചെയ്യുന്നത്. അതെന്നെ ദുഃഖിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കൊല്ലുകയാണ്. പ്രീശൻ ആകെ അസ്വസ്ഥനായി, ബോധമില്ലാത്തതുപോലെ വികാരഭരിതനായി വസ്ത്രങ്ങൾ വലിച്ചു ഉടയ്ക്കുന്നു, തൊങ്ങലുകൾ പറിച്ചു കീറുന്നു, ശിരോവസ്ത്രം ഊരി മാറ്റുന്നു, മുടി തട്ടി അലങ്കോലമാക്കി അട്ടഹസിച്ച് പറയുന്നു, കേൾക്കൂ കേൾക്കൂ, ഉസിയലിൻ്റെ പുത്രനായ എന്നോട്, നീതിമാനായ സൈമണിൻ്റെ പിന്തുടർച്ചക്കാരനായ ഈ ജോനാഥനോട് പറയുന്നത് കേൾക്കൂ. ഞാൻ കർത്താവിന് അപ്രീതി വരുത്തിയെന്ന്. നിന്നെ ശപിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഭയമാണ് നിന്നെ തടയുന്നത്. എന്നാൽ നിനക്കത് ചെയ്യാം. അങ്ങനെ ചെയ്താലും തീ കത്തിച്ചാമ്പലായി പോവുകയും മറ്റുമില്ല. എന്നാൽ ഒരു കാലത്ത് അത് സംഭവിക്കും. അന്ന് നീ എൻ്റെ സഹായം തേടും. എന്നാൽ അപ്പോൾ നമുക്കിടയ്ക്ക് ഒരു ചുവന്ന അരുവി ഉണ്ടായിരിക്കും, എൻ്റെ രക്തമാകുന്ന അരുവി. ശരി, എന്നാൽ ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം നീ എന്തു കാരണത്താലാണ് അനുവദിക്കുന്നത്? നീ ഒരു വിശുദ്ധനാണെന്ന് സ്വയം പറയുന്നുണ്ടല്ലോ. നീ ഒരു ഗുരുവാണെന്ന് പറയുന്നുമുണ്ട്. മറ്റുള്ളവരെക്കാൾ ആദ്യം നിന്റെ അപ്പസ്തോലന്മാരെ എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? നിന്റെ പിന്നിലുള്ള അവരെ നോക്കൂ. അവരുടെ പാപത്തിൻ്റെ വസ്തു ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. നീ കാണുന്നുണ്ടോ? അവർ ചോളം പറിച്ചു. ഇന്ന് സാബത്താണ്. അവരുടേതല്ലാത്ത ചോളക്കതിരുകൾ അവർ പറിച്ചിരിക്കുന്നു. അത് മോഷണമാണ്. അവർ സാബത്ത് നിയമവും തെറ്റിച്ചിരിക്കുന്നു. അവർക്ക് വിശന്നിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇന്നലെ ഞങ്ങൾ എത്തിയ ഗ്രാമത്തിൽ ഭക്ഷണവും രാത്രിയിൽ താമസ സൗകര്യവും ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഞങ്ങളെ ഓടിച്ചു വിടുകയായിരുന്നു. വൃത്തിയായ ഒരു സ്ത്രീ മാത്രം അവൾക്കുണ്ടായിരുന്ന കുറച്ചു റൊട്ടിയും ഒലിവും തന്നു. ദൈവം അവളെ 100 ഇരട്ടിയായി അനുഗ്രഹിക്കട്ടെ. കാരണം അവൾക്കുണ്ടായിരുന്നത് മുഴുവൻ അവൾ തന്നു. ഒരനുഗ്രഹം മാത്രമേ അവൾ ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങൾ 1 മൈൽ നടന്ന ശേഷം നിയമം ലംഘിക്കാതിരിക്കാൻ യാത്ര നിർത്തിവച്ചു. ഒരരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. സന്ധ്യയായപ്പോൾ ആ കാണുന്ന വീട്ടിലേക്ക് ചെന്നു. അവർ ഞങ്ങളെ നിരസിച്ചു. ഞങ്ങൾ നിയമം പാലിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാമല്ലോ. ഇല്ല, ശാരീരിക അധ്വാനം സാബത്ത് ദിവസം ചെയ്യുന്നത് നിയമാനുസൃതമല്ല. പിന്നെ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കുന്നത് ഒരിക്കലും നിയമാനുസൃതമല്ല. എൻ്റെ സ്നേഹിതർക്കും എനിക്കും ഇത് ഇടർച്ചയാണ്. എന്നാൽ എനിക്ക് ഇടർച്ചയില്ല. ദാവീദ് നോബിൽ വെച്ച് നിയമപ്രകാരം വാഴ്ത്തപ്പെട്ട അപ്പം തനിക്കും കൂടെയുണ്ടായിരുന്നവർക്കുമായി എടുത്ത കാര്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവഭവനത്തിൽ ദൈവത്തിന് കാഴ്ച അർപ്പിച്ചിരുന്ന അപ്പം, ദൈവത്തിൻ്റെ അപ്പം പ്രത്യേക കൽപ്പനയാൽ പുരോഹിതർക്ക് മാത്രമേ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അവ അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ്. വിശുദ്ധമായ സ്ഥലത്ത് വച്ച് അവർക്കത് ഭക്ഷിക്കാം, കാരണം അവ വിശുദ്ധ വസ്തുക്കളാണ്. എങ്കിലും ദാവീദ് തനിക്കും കൂടെയുണ്ടായിരുന്നവർക്കും വിശന്നപ്പോൾ ആ അപ്പം എടുത്തു ഭക്ഷിച്ചു. ഒരു സാബത്തിൽ രാജാവ് ദേവാലയത്തിൽ പ്രവേശിച്ച് കാഴ്ചയപ്പം എടുത്തു ഭക്ഷിച്ചെങ്കിലും അത് നിയമാനുസൃതമല്ലായിരുന്നല്ലോ. അത് ഒരു പാപമായി കരുതപ്പെട്ടിട്ടില്ല. കാരണം ആ സംഭവത്തിന് ശേഷവും ദൈവം അയാളെ തുടർന്ന് സ്നേഹിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാപം ചെയ്തെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും?
ദൈവത്തിൻ്റെ നിശ്ചയത്താൽ തൻ്റെ ഭൂമിയിൽ വളർന്ന് വിളഞ്ഞ ചോളം ഞങ്ങൾ പറിച്ചു. അവ പക്ഷികൾക്കും ഉള്ളതല്ലേ? എങ്കിലും പിതാവിൻ്റെ പുത്രന്മാരായ മനുഷ്യർക്ക് നിങ്ങൾ അത് നിരസിക്കുന്നു. അവർ ആ അപ്പം ചോദിച്ചു വാങ്ങുകയായിരുന്നു. അവർ എടുത്തില്ല. അതിന് വ്യത്യാസമുണ്ട്. ദൈവം അവനെ ശിക്ഷിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. ദൈവം അവനെ കഠിനമായ പ്രഹരമേൽപ്പിച്ചു. അത് ഇക്കാരണത്താലല്ല, അവൻ്റെ ജഡികാസക്തി നിമിത്തവും ജനസംഖ്യ തിട്ടപ്പെടുത്തിയതിനാലും മറ്റുമാണ്. ഇക്കാരണത്താലല്ല. ഓ മതി, നിങ്ങളുടെ പ്രവൃത്തി നിയമാനുസൃതമല്ല, അത്ര തന്നെ. അത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരവകാശവുമില്ല. നിങ്ങൾക്ക് പാടുള്ളതുമല്ല. ദൂരെ പോകൂ. ഈ നാട്ടിൽ നിന്നെ വേണ്ട. ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല. നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ പൊയ്ക്കോളാം. എന്നേക്കുമായി അതോർത്തുകൊള്ളണം. ഉസ്സിയേലിൻ്റെ പുത്രൻ ജോനാഥൻ്റെ മുമ്പിൽ ഇനി ഒരിക്കലും കണ്ടുപോകരുത്. പോകൂ. ശരി, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. എന്നാൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ ജോനാഥനായിരിക്കും എന്നെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ഈ വിധി ആവർത്തിക്കുന്നതിനും എന്നെ ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായി പുറന്തള്ളുന്നതിനുമായിരിക്കും. എന്നാൽ അന്ന് സ്വർഗമായിരിക്കും നിന്നോട് പറയുന്നത്, ഇപ്രകാരം നീ ചെയ്യുന്നത് നിയമാനുസൃതമല്ല എന്ന്. ഇത് നിയമാനുസൃതമല്ല എന്ന വാക്കുകൾ കാഹളശബ്ദമായി നിന്റെ ഹൃദയത്തിൽ മുഴങ്ങും. നിന്റെ ജീവിതകാലം മുഴുവനും പിന്നീടും ഇതുണ്ടായിരിക്കും. സാബത്ത് ദിനത്തിൽ സാബത്തിൻ്റെ വിശ്രമ നിയമം ലംഘിച്ച് പുരോഹിതർ ദേവാലയ ശുശ്രൂഷ നടത്തുന്നുണ്ടല്ലോ. എന്നാൽ അത് പാപമാകുന്നില്ല. അതുപോലെ കർത്താവിൻ്റെ ദാസരായ ഞങ്ങൾക്ക് പരിശുദ്ധനായ പിതാവിൽ നിന്നും സ്നേഹവും സഹായവും ലഭിക്കും. മനുഷ്യർ സ്നേഹം നിരസിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവയിൽ നിന്ന് എന്തു വേണമെങ്കിലും അവൻ എടുക്കാം. കാരണം ദൈവം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതും വചനത്തിന് പാദപീഠമായിട്ടാണ്. ഞാൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞത് ഭൂമിയാകുന്ന വിശാലമായ മേശയിൽ വച്ചിരിക്കുന്ന ചോളക്കതിരുകൾക്കും വചനത്തിനും ബാധകമാണ്. ഞാൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. നല്ലവർക്കും ദുഷ്ടർക്കും കൊടുക്കുന്ന ഞാൻ കരുണയാണ്. എന്നാൽ കരുണയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഞാൻ കരുണയാകുന്നു എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കരുണയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. കരുണ എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിർദോഷികളായവരെ നിങ്ങൾ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിഞ്ഞുകൂടാ, ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അല്ല, നിങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. കാരണം ശിക്ഷയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കതറിഞ്ഞുകൂടാ, അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങൾ എന്നിൽ ആരോപിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. നിർദോഷികളായ ഇവർ ചെയ്തെന്ന് നിങ്ങൾ പറയുന്ന തെറ്റിനേക്കാൾ വലുതാണ് നിങ്ങളുടെ തെറ്റ്. സാബത്ത് മനുഷ്യനു വേണ്ടിയാണെന്നും മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല എന്നും നിങ്ങൾ അറിയണം. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും അധിപനാണെന്ന് അറിയുക. ദൈവം നിങ്ങളോട് കൂടെ. ഈശോ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു പറയുന്നു, വരൂ, നമുക്ക് പോയി അടുത്തുള്ള മണലാരണ്യത്തിൽ എവിടെയെങ്കിലും കിടക്കാനുള്ള സൗകര്യം നോക്കാം. നക്ഷത്രങ്ങൾ നമുക്ക് കൂട്ടായിരിക്കും. മഞ്ഞ് നമുക്ക് നവജീവൻ നൽകും. ഇസ്രായേലിന് മന്ന നൽകിയ ദൈവം തൻ്റെ വിശ്വസ്തരായ സാധുദാസന്മാർക്കും പോഷണം നൽകും. ഈശോ വിദ്വേഷം നിറഞ്ഞ പ്രീശരുടെ സംഘത്തെ വിട്ട് ശിഷ്യരോടുകൂടെ നടന്നു നീങ്ങുന്നു. നേരം മങ്ങി തുടങ്ങി. ചുവപ്പ് കലർന്ന നിഴലുകൾ വീഴുകയാണ്. ഒരു തരം കാട്ട് അത്തിമരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നത് അവർ കാണുന്നു. അവയുടെ മുകൾ ഭാഗത്ത് മുള്ളു നിറഞ്ഞിരിക്കുന്ന ഇലകളിന്മേൽ വിളഞ്ഞു പാകമായ കായ്കളുണ്ട്. വിശപ്പുള്ളപ്പോൾ എല്ലാം നല്ലതാണല്ലോ. മുള്ളുകുത്തി കയറുന്നതും വകവയ്ക്കാതെ അവർ ആ കായ്കൾ പറിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അവസാനം മണൽ കൂനകൾ കാണുന്നു. കടലിരമ്പുന്നതും കേൾക്കാറായി. നമുക്കിവിടെ വിശ്രമിക്കാം. മണലിന് മയമുണ്ട്, ചെറു ചൂടും. നാളെ നമുക്ക് ആഷ്കലോണിലേക്ക് പോകാം.
ഈശോ ഇത് പറയുന്നതോടെ ക്ഷീണിതരായ അവർ ഒരു വലിയ മണൽക്കൂനയുടെ ചുവട്ടിൽ കിടന്നുറങ്ങാൻ തുടങ്ങുന്നു.